പ്രൈസ് ലോർഡ്. प्रभु की स्तुति हो। ഈ ധന്യമായ സമയത്തിനായി ഞാൻ കർത്താവിനെ വാഴ്ത്തുന്നു. यही अच्छा समय के लिए मैं प्रभु का धन्यवाद देता हूँ. ഗോവ മഹാരാഷ്ട്ര സെൻറ്ററിൻ്റെ കമ്പൈൻ വർഷിപ്പായിട്ട് ഇന്ന് ഗോവയിൽ വെച്ച് നടക്കുന്ന ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കുവാൻ കർത്താവ് എന്നെ സഹായിച്ചതിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യും. मुंबई गोवा सेंटर के कंबाइन वर्शिप यहाँ जो हो रहा है, इस वर्शिप में मुख्य वक्ता के रूप में मुझे आमंत्रित किया, इसलिए मैं प्रभु का धन्यवाद देता हूँ. സമയത്തിൻ്റെ പരിമിതികൾ നമ്മുടെ മുമ്പിലുണ്ട്. समय के सीमित अवस्था हमारा सामने है. കടന്നു വന്ന കുഞ്ഞുങ്ങൾ, സഹോദരിമാർ, സഹോദരന്മാർ, പിതാക്കന്മാർ, ശ്രേഷ്ഠന്മാരായ ദൈവദാസന്മാർ എല്ലാവർക്കും ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ വന്ദനം ചൊല്ലുന്നു. आए हुए बच्चे, भाई बहन और प्रभु के श्रेष्ठ लोग सभी के लिए मैं प्रभु यीशु मसीह के मधुर नाम में नमस्कार करता हूँ. കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ. प्रभु आप सभी को आशीर्वाद करने पाए. പ്രിയ പ്രിൻസ് ചെറിയാൻ ദൈവവചനത്തിൽ നിന്നും പ്രാർത്ഥനയെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറവാനിടയായി. प्यारे जो प्रिंस चेरियान परमेश्वर के वचन की ओर से प्रार्थना के विषय में कुछ बातें यहाँ पर प्रस्तुत किया है. പ്രിയ പ്രിൻസ് ചെറിയാനും പ്രിയ ഷിജു ബേബിയും പ്രിയ അനു ബ്രദറും അവരെ ഇവിടേക്ക് കടന്നു വരുന്നു എന്ന് അറിഞ്ഞ് അവരെന്നേക്കാൾ ഒരു ദിവസം മുൻപ് കടന്നു വന്നു. प्यारे ब्रदर प्रिंस चेरियान और अनु और शिजू बेबी, प्यारे भाई लोग यहाँ पर आने वाले हैं, इसे मालूम पड़ा है. मुझसे एक दिन पहले यहाँ पर वो आ चुके हैं. ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ എനിക്കും എൻ്റെ മനസ്സിലൊരു പ്രേരണ കിട്ടി, എന്നാൽ ഞാനിവിടെ അങ്ങ് പോയേക്കാം. और जब मैंने प्रार्थना की मुझे भी एक प्रेरणा मिला है, इसलिए मैं भी यहाँ पर आ गया है. ഞാൻ വരുന്നു എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മകൻ ബാംഗ്ലൂരിൽ നിന്നും അവനും കടന്നു വരുവാനിടയായി. प्रभु के दास आने के लिए तय किया है, तब उनके बेटा भी यहाँ पर आने के लिए इच्छुक हो गया, वो भी आ गया है. ഈ നല്ല സമയത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ये अच्छा समय के लिए मैं प्रभु का धन्यवाद देता हूँ. എനിക്ക് ഹിന്ദി വലിയ വശമൊന്നുമില്ല. और मुझे इतना हिंदी इतना मैं हैंडल नहीं कर पाते हैं. അതുകൊണ്ട് എൻ്റെ സമയം തന്നെയാണ് പ്രസംഗത്തിൻ്റെ സമയമാണ് പോകുന്നത്. കാരണം ട്രാൻസ്ലേഷനോട് ഉണ്ടെന്ന്, അതുകൊണ്ട് സമയം നല്ലവണ്ണം പോകുമെന്ന് എനിക്കറിയാം. इसलिए अपने प्रचार में अनुवाद के साथ ज़्यादातर समय निकल जाएगा, इस बात को मैं अच्छी तरह जानता हूँ. പ്രിയ പ്രിൻസ് ചെറിയാൻ ഞങ്ങളുടെ സൺഡേ സ്കൂളിൻ്റെ പ്രിൻസിപ്പളാണ്. प्यारे ब्रदर प्रिंस चेरियान हमारे संडे स्कूल के प्रिंसिपल हैं. പ്രിയ അനു ബേബി ഞങ്ങളുടെ കൊയറിൻ്റെ ആക്റ്റീവ് മെമ്പറാണ്. प्यारे ब्रदर अनूप हमारे അനു तंगचन हमारा कोयर के एक्टिव मेंबर है. പ്രിയ ഷിജു ബേബി ഞങ്ങളുടെ സഭയുടെ സെക്രട്ടറിയാണ്. और प्यारे ब्रदर शिजू बेबी हमारे कलीसिया के सचिव के तौर पर कार्य करते हैं. എൻ്റെ മകൻ പ്രിയ സോണി ബാംഗ്ലൂർ കാർമൽ ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിൻ്റെ മിഷനറി ഗ്രൂപ്പ് അതിൻ്റെ ട്രസ്റ്റിൻ്റെ ഒരു മെമ്പറും അതിൻ്റെ ട്രഷററുമാണ്. और मेरे बेटा जो बेंगलुरु के करमेल शारोन फेलोशिप के ट्रस्टी के एक मेंबर है. നിങ്ങളുടെ മഹാരാഷ്ട്ര ഗോവ സെൻറ്ററിൻ്റെ സെൻട്രൽ മിനിസ്റ്റർ എൻ്റെ ഇളയ സഹോദരനാണ്. और आपके मुंबई गोवा सेंटर के जो सेंट्रल मिनिस्टर मेरा छोटा भाई है. എല്ലാം ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. सभी बातों को याद करते हुए मैं प्रभु की स्तुति करता हूँ. വീഡിയോ പിടിക്കുന്നതുകൊണ്ട് മറ്റു പല കാര്യങ്ങളും ഞാൻ പറയുന്നില്ല. और वीडियो शूटिंग हो रहा है, इसलिए और कुछ बातें मैं बताना नहीं चाहता हूँ. ദക്ഷിണേന്ത്യയിൽ തമിഴ്നാട് ഉൾപ്പെടെ ഉത്തരേന്ത്യയിൽ 6 സംസ്ഥാനങ്ങൾ ഖത്തർ ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിന് കർത്താവിൻ്റെ മിഷനറിമാരുണ്ട്. दक्षिण भारत और उत्तर भारत में और मिला के 6 कलीसिया खतर चर्च के अतिरिक्त कार्य कर रहा है. 37 കുഞ്ഞുങ്ങൾ പഠിക്കുന്ന ഒരു ഓർഫനേജ് എന്ന് പറയാൻ പറ്റത്തില്ല, ഹോസ്റ്റൽ ജാർഖണ്ഡിൽ പ്രവർത്തിക്കുന്നു. झारखंड में बच्चे लोग रहने वाले एक हॉस्टल भी वहाँ पर रहते हैं. ഒറീസയിൽ ഇപ്പോൾ ഒരു ഹോളിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നു. उड़ीसा में भी हॉल का कार्य अभी काम चालू है. നാളുകളായി 17 വർഷമായി ഖത്തറിൽ ദൈവജനം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നതിൻ്റെ ഫലമായി അവിടെ ഖത്തർ ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിന് സ്വന്തമായി മറ്റുള്ള സഭകളോട് ചേർന്ന് സ്ഥലം ലഭിക്കുവാനിടയായി. लगभग 17 साल से हम प्रार्थना कर रहे थे खतर में भी और कलीसियों के साथ सेवकाई करने में हमारे लिए एक चर्च का भी स्थापना हुआ है, काम हो गया. അതിൻ്റെ പണികൾ കഴിഞ്ഞ ദിവസം ആരംഭിക്കുവാനിടയായി. उसके काम अभी बीते दिनों में शुरू हो गया. പ്രാർത്ഥനയ്ക്കായി നിങ്ങളോട് അപേക്ഷിക്കുന്നു. प्रार्थना के लिए आप लोगों से हम अनुरोध करते हैं. നാട്ടിലെ 4.5 കോടി രൂപയാണ് അതിൻ്റെ ചെലവ്.
गांव के 4.5 करोड़ रुपया उसका खर्चा में है। ഫുട്ബോൾ മത്സരം കഴിഞ്ഞ പിന്നെ ജോലിയിലൊക്കെ പലർക്കും പ്രയാസം തോന്നി പലരും നാട്ടിൽ കടന്നു പോകുമെങ്കിലും യഹോവായിരേ और ये जो सभी जो दौड़ पूरा होके जब कभी गांव में चले जाएगा, കർത്താവ് കരുതും हम ये चाहते हैं, ये जानते हैं परमेश्वर सब कुछ पूरा करेगा। കർത്താവ് കരുതും, കർത്താവ് പ്രവർത്തിക്കും. ആ പണി പൂർത്തീകരിപ്പാൻ കർത്താവിൻ്റെ വരവ് താമസമെങ്കിൽ നടക്കുമെന്ന് ഞാൻ പൂർണ്ണമായി प्रभु വിശ്വസിക്കുന്നു. हमारे लिए सब कुछ व्यवस्थित करेगा, पूरा करेगा। परमेश्वर ने शुरू किया है, सब कुछ पूरा होगा, इस बात पर मैं विश्वास करता हूँ। കേരളത്തിലും ചില മീറ്റിങ്ങുകളൂടെ ഉള്ളതുകൊണ്ട് ചൊവ്വാഴ്ച രാവിലെ ഞാൻ കേരളത്തിലേക്ക് കടന്നു പോകും. केरल में भी कुछ मीटिंग आयोजित किया गया है, इसलिए इसके पश्चात मैं केरल की ओर चला जाऊंगा। 18-ാം തീയതി തിരിച്ച് ഖത്തറിൽ കടന്നു പോകും. 18 तारीख को वापस कतर की ओर चला जाऊंगा। ഇവിടെ ഈ ഇന്നത്തെ ഈ മീറ്റിങ്ങിന് ആതിഥേയത്വം വഹിക്കുന്ന ഇവിടുത്തെ ദൈവസഭയെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം आज ചെയ്യുന്നു. ये इस मीटिंग के सब कुछ व्यवस्था प्रबंध किए हुए यहाँ के स्थानीय कलीसिया के लिए मैं प्रभु का धन्यवाद देता हूँ। ശുശ്രൂഷിക്കുന്ന പ്രിയ ദൈവദാസൻ ബിനു, അദ്ദേഹത്തിന്റെ സഹധർമ്മിണി സൂസൻ, സൂസന്റെ പിതാവ് പ്രിയ ജോയ് പാഷ, അവരെല്ലാം ഓർത്ത് ഞാൻ ദൈവത്തിന് यहाँ സ്തോത്രം के ചെയ്യാം. सगाई करने वाले पास्टर बिनु जोसेफ, उनके जीवन साथिनी और उनका जो बच्चे यहाँ पर, उनके फादर लोग भी यहाँ पर आए, सभी के लिए मैं प्रभु का धन्यवाद देता हूँ। ഞങ്ങളുടെ യഥാർത്ഥത്തിൽ ഞങ്ങളുടെ സഹോദരങ്ങളോടുകൂടെ ഞങ്ങൾ ഒന്നിച്ചാണ് കടന്നു വരേണ്ടത്. എന്നാൽ ഇന്നലെ പകൽക്കാലം ഞങ്ങളുടെ അവിടുത്തെ ചർച്ചിൽ ഒരു കുഞ്ഞിന് സമർപ്പണം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അത് നടത്തിയിട്ട് വരേണ്ടതുകൊണ്ടാണ് ഈ വെളുപ്പിനെ എനിക്ക് എത്തിച്ചേരുവാൻ സാധിച്ചത്. मैं अपने भाइयों के साथ यहाँ पर आना था, परंतु हमारे चर्च में एक बच्चे के डेडिकेशन होने के कारण उसके पश्चात में आज सुबह सुबह यहाँ पर पहुँचा है। മുഖവര ദീർഘിപ്പിക്കുന്ന കുഞ്ഞുങ്ങളെല്ലാം ശ്രദ്ധിച്ചിരിക്കണം. ഹല്ലേലൂയ. और शुरुआत की बातें बढ़ाना नहीं चाहता हूँ, सभी बच्चे एकदम ध्यानपूर्वक बैठे। എല്ലാവരും വളരെ പ്രാർത്ഥനയോടും ആമേൻ ദൈവാശ്രയത്തോടും കൂടി ആയിരിക്കണമെന്ന് ദൈവനാമത്തിൽ ഓർമ്മിപ്പിക്കുന്നു. सभी लोग बहुत ही प्रार्थना के साथ परमेश्वर के भरोसा रखते हुए यहाँ पर उपस्थित रहे। ദൈവവചനം ശക്തി നൽകുന്നതാണ്. परमेश्वर के कलाम हमें सामर्थ्य देता है, ദൈവവചനം ബലം നൽകുന്നതാണ്. परमेश्वर के वचन हमें बल देता है। ദൈവവചനം പ്രിയ സഹോദരൻ പ്രാർത്ഥിച്ചതുപോലെ ദൈവവചനം പാറയെ തകർക്കുന്ന ചുറ്റുകയാണ്. और जैसे प्रभु के जो दास प्रार्थना की, वैसे परमेश्वर के कलाम हालेलुया चट्टान को तोड़ने वाले हथौड़ा है। അത് ഇരുവാഴ്ത്തിലുള്ള വാളിനേക്കാൾ മൂർച്ചയേറിയതാണ്. वो दोधारी तलवार से भी अधिक चौकीदार है। അത് വളർത്തുന്ന വിത്താണ്. वो और बढ़ाने वाले बीज है। അത് പോഷിപ്പിക്കുന്ന പാലാണ്. वो हमें खिलाने वाले दूध है। അത് മധുരിപ്പിക്കുന്ന തേനാണ്. वो हमें मिठास करने वाले मद है। നമ്മുടെ ബിറ്റർനെസ്സിൽ, നമ്മുടെ കൈപ്പേറിയ ജീവിതാനുഭവങ്ങളിൽ നമ്മളെ മധുരിപ്പിക്കുന്ന ദൈവത്തിന്റെ വചനമാണ്. हमारे कड़वाहट के जीवन के काल में वो हमें मिठास करने वाले वो हाल मद है। 19-ാം സങ്കീർത്തനത്തിൽ വായിക്കുന്ന പോലെ അത് ആത്മാക്കളെ തിരിച്ചു കൊണ്ടുവരുന്നതാണ്. और 19वां जो भजन संहिता में हम पढ़ता है, वो आत्माओं को लौटाने वाला है। അത് പ്രമാണിച്ചാൽ വളരെ പ്രതിഫലമുണ്ട്. वो यदि पालन करे बहुत प्रतिफल हमें मिलते हैं। എത്ര നേരം കൈ അടിക്കുന്നുവെന്നോ എത്ര നേരം പാടുന്നുവെന്നോ അല്ല ദൈവം നോക്കുന്നത്, നമുക്ക് എഴുതി തന്നിരിക്കുന്ന പ്രമാണങ്ങളെ പ്രമാണിക്കുന്നവനാണ് ഭാഗ്യവാൻ. परमेश्वर ये नहीं देखते कितना हम गीत गाते, कितना हम ताली बजाता है। प्रभु ये देखता है जो वचन हम पढ़ता है वो पालन कितने लोग करते हैं। 19-ാം സങ്കീർത്തനത്തിൽ പറയുന്നത് അവയെ പ്രമാണിക്കുന്നതിനാൽ വളരെ പ്രതിഫലമുണ്ട്. 19वां भजन संहिता में पढ़ता है जो कुछ वो पालन करता है उसको बहुत प्रतिफल मिलेगा। തന്റെ തെറ്റുകളെ ഗ്രഹിക്കുന്നവനാർ, अपने गलतियों को हालेलुया ग्रहण करने वाले कौन है? മറിഞ്ഞിരിക്കുന്ന തെറ്റുകളെ പോക്കി എന്നെ മോചിപ്പിക്കണമേ. छिपी हुई सारी गलतियों को दूर करके मुझे उसमें से मोक्ष देना है। സ്വമേധാ ഭാവങ്ങളെ അകറ്റി അടിയനെ കാക്കണമേ. समेदा सभी पाप को दूर करके उसमें से हमें धो के शुद्ध कीजिए। അവ എന്റെ മേൽ വാഴരുത്. वो हम पर कभी राज ना करे, എന്നാൽ ഞാൻ നിഷ്കളങ്കനും മഹാപാതകരിക്കുന്നതിനുമായിരിക്കും. ऐसा हो तो मैं निष्कलंक और एकदम बिना पाप के रह जाएगा। എന്റെ പാറയും എന്റെ വീണ്ടെടുപ്പാനുമായി ഹോവേ, എന്റെ വായിലെ വാക്കുകളും എന്റെ ഹൃദയത്തിലെ ധ്യാനവും അങ്ങേക്ക് हे പ്രസാദകരമായിരിക്കും. मेरे चट्टान, मेरे उद्धारक, हे यहोवा परमेश्वर, आपके मुख की स्तुति हमेशा मेरे मुंह से होती रहे। നമ്മുടെ ഹൃദയത്തിലെ ചിന്തയും ധ്യാനവും ദൈവത്തിന് പ്രസാദകരമായി തീരണമെങ്കിൽ നമുക്ക് എഴുതി തന്നിരിക്കുന്ന ദൈവത്തിന്റെ വചനം പ്രമാണിപ്പാൻ നാം यदि തയ്യാറാണ്. हमारे हृदय की चिंताएं और सभी बातों में प्रभु प्रसन्न होना है तो उनके सभी और उनकी ओर से दिए हुए आज्ञाओं को पालन करना चाहिए। അനേകർ ഇരുട്ടിൽ തപ്പി നടന്ന്
ലക്ഷ്യബോധമില്ലാതെ നീങ്ങുമ്പോൾ ദൈവം നമ്മെ വെളിച്ചത്തിൽ കൊണ്ടുവന്നത് വെളിച്ചം പ്രശോഭിക്കുന്ന ആമേൻ പ്രകാശിക്കുന്ന വിളക്കുകളായി രൂപാന്തരപ്പെടുവാനാണ്. अनेक लोग अंधकार में टटोलते टटोलते और अंधकार में रास्ता ना देखते हुए चलता है. यही काल में हमें ये ज्योति परमेश्वर की ओर से मिली है. താൽക്കാലികമായ സുഖഭോഗങ്ങൾക്ക് വേണ്ടി അനേകർ സമയം ചെലവിടുമ്പോൾ ആമേൻ ഇന്ന് പൽക്കാലം കടന്നു വന്ന് ദൈവവചനം കേട്ട് ദൈവവചനത്തിന് മുൻപാകെ സമർപ്പിക്കപ്പെടുന്നവരെയാണ് ദൈവത്തിന് ആവശ്യമായിരിക്കുന്നത്. तत्काल के जो सुख के लिए लोग इतना जो व्यापृत है, जो हालेलुया चलते हैं घूमते हैं, इसी वक्त हमें आज सुबह के समय प्रभु की उपस्थिति में आपकर प्रभु के वचन सुनने में हमें मौका दिया, इसलिए प्रभु का धन्यवाद. നമ്മൾ മീഡിയകളിൽ കൂടിയും വാർത്താ മാധ്യമങ്ങളിൽ കൊടുക്കുകയും കാണുകയും കേൾക്കുകയും ചെയ്യുന്നല്ലോ അനേകരാണ് ആമേൻ ക്ഷിപ്ര സമയത്തിനുള്ളിൽ ആമേൻ പെട്ടെന്ന് അവരുടെ ജീവിതം അവസാനിപ്പിക്കുന്നു. हम मीडिया से कई माध्यम से इस बातें देखता है सुनता है, थोड़ी देर में क्षण मात्रा में अनेक लोग हाल मिट जाते हैं, अनेक लोग मर मिटते हैं. ധനാഢ്യരായ കുടുംബങ്ങളിൽപ്പെട്ടവര് പഠിത്തമുള്ളവർ മാന്യതയുള്ളവർ എത്രയോ പേരാണ് ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുന്നത്. और कई जो पढ़े लिखे लोग, कई धन्य लोग, कई जो धनवान लोग, कितने लोग इस पृथ्वी में से मिट जा रहा है. എന്നാൽ ദൈവം നമുക്ക് ഇന്ന് പൽക്കാലം ഒരായുസ്സൂടെ ഒരു ദിവസം കൂടെ തന്നത് നമ്മുടെ ദൈവത്തിന് നന്ദി പറയുവാൻ വേണ്ടിയാണ്. लेकिन आज परमेश्वर ने हमें आज एक आयु बढ़ा के दिया है, इसलिए दिया है कि हम प्रभु की स्तुति करें, धन्यवाद നമ്മുടെ करें. കർത്താവിനെ സ്തുതിപ്പാനാണ്. हमारे प्रभु को स्तुति करने के लिए है. ആരാണ് നമ്മുടെ കർത്താവ്? कौन है हमारा प्रभु? ആരാണ് നമ്മുടെ യേശു? कौन है हमारा यीशु? ആ കർത്താവിനെ കുറിച്ചാണ് ഇന്ന് പൽക്കാലം അല്പസമയം പറയാൻ ഞാൻ उस ഉദ്ദേശിക്കുന്നത്. प्रभु के बारे में आज थोड़ी देर में आपके सामने प्रस्तुत करना चाहता हूँ. പെട്ടെന്ന് ആ വാക്യങ്ങൾ എടുത്തു വായിക്കുവാൻ താല്പര്യപ്പെടുകയാണ്. जल्दी जल्दी उस वचन को निकाल कर पढ़ना चाहता हूँ. നാവുകൾ തുറന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യണം. हमारी जीभें खोल कर हम प्रभु की स्तुति करते കാരണം रहे. പെന്തക്കോസ്തിന്റെ ശക്തി അടങ്ങിയിരിക്കുന്ന ശബ്ദത്തിലൂടാണ്. पेंतकोस्त के जो सारे सामर्थ्य में छिपी हुई है. സഭ ആരംഭിച്ചത് ഒരു ശബ്ദത്തിന്റെ മുഴക്കത്തോടു കൂടിയാണ്. और जो कलीसिया के आरंभ एक शब्द गूंजने से होता है. മർക്കോസിന്റെ മാളി മുറിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന 120 പേരുടെ സംഘത്തിലേക്ക് കൊടുമുഴക്കത്തോട് ഇറങ്ങി വന്നത് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാലാണ് ദൈവസഭ ജനനമുണ്ടായത്. मरकोस के माले पे बैठे हुए लोगों के ऊपर परमेश्वर के आत्मा उतरा है. वहां पर ऐसी आवाज गूंजने लगा है. उस गूंजने के समय से पेंतकोस्त के दिन का शुरुआत हुआ അവിടെ है. എഴുതിയിരിക്കുന്നത് a mighty rushing wind എന്നാണ് वहां എഴുതിയിരിക്കുന്നത്. पर एक असीम सामर्थ वहां पर उतरा करके लिखा है. കൊടുമുഴക്കത്തോടുള്ള ഒരു ശബ്ദം. एक बड़ी गूंजने की आवाज के साथ एक शब्द. ആ ശബ്ദത്തിലാണ് ദൈവസഭ പിറന്നു वो जो വീണത്. शब्द के साथ परमेश्वर के कलीसिया उत्पन्न हुआ है. അങ്ങനെയാണെങ്കിൽ സഭയുടെ അവസാനവും ഒരു ശബ്ദത്തോടു കൂടി ആയിരിക്കും. वैसे हो तो परमेश्वर के कलीसिया के अंत भी एक बड़ी आवाज के साथ ही होगा. വിശുദ്ധിയോടും വേർപാടോടും കൂടി ജീവിക്കുന്ന തന്റെ ജനത്തെ ചേർക്കുവാനായി അവൻ ഇറങ്ങി വരും. पवित्र और अलगापन की जीवन व्यतीत करने वाले अपने संतानों को अपने साथ ले जाने के लिए वो उतरेगा. 3 ശബ്ദങ്ങളെന്ന് മുഴങ്ങി കേൾക്കുവാനിടയാകും. 3 शब्द उस दिन हाल सुनाई देगा. ഞാൻ ഓർപ്പിച്ചല്ലോ, പെന്തക്കോസ് അല്ലെങ്കിൽ ദൈവസഭ പിറന്നത് ഒരു ശബ്ദത്തോടു കൂടിയാണെങ്കിൽ ഈ സഭ എടുക്കപ്പെടുന്നതും ശബ്ദത്തോടു കൂടിയായിരിക്കും. जैसे मैंने याद दिलाया, यदि पेंतकोस्त के दिन के जो कलीसिया एक आवाज पर उत्पन्न हुआ है, तो ये इस कलीसिया को उठा ले जाने वाले के समय में एक शब्द होगा. അതുകൊണ്ടാണ് നമ്മുടെ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോയാലും അകത്തെ മനുഷ്യന് ശക്തിയുണ്ട്, ഒരു ബലമുണ്ട്. അതുകൊണ്ടാണ് മൈലുകൾക്കപ്പുറം ദൈവത്തെ ആരാധിപ്പാൻ പിതാക്കന്മാരായ ദൈവദാസന്മാർ കടന്നു इसलिए വന്നത്. वचन कहता है हमारे भले हमारे भीतरी मनुष्यत्व दिन प्रतिदिन बलहीन हो जाए तो भी हमारे भीतरी मनुष्यत्व दिन प्रतिदिन सामर्थ्य पाते जाएंगे. इसलिए इतना मील दूर होकर भी हम प्रभु के संगति के लिए आए हैं. വിശുദ്ധ ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്ന ഓരോ വാക്കുകളും അക്ഷരം പ്രതി ആമേൻ നിറവേറിയെങ്കിൽ ഇനി നിറവേറപ്പെടുവാൻ ഒരു കാര്യം കൂടി മാത്രമേ ഉള്ളൂ. അതെന്റെ യേശുദാസന്റെ മടങ്ങി വരവാണ്. यदि पवित्र ग्रंथ में जो लिखे हुए सारे बातें आज तक पूरी होते जा रहा है, तो भी एक बात बाकी रह गया है, वो मेरे प्रभु के आगमन है. അന്ത്യകാലത്തെങ്കിൽ ആമേൻ നമ്മുടെ ശരീരം രൂപാന്തരപ്പെടും. अंतिम समय जो तुरई भूंगा जाएगा, तब हमारे प्रभु हालेलुया हमारे कलीसिया यहाँ से उठा लिया जाएगा. കർത്താവ് താൻ ഗംഭീരനാദത്തോടും
प्रभु अपने जो गंभीर आवाज से പ്രധാന ദൂതന്റെ प्रधान ശബ്ദത്തോടും दूतों के शब्द के साथ ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ परमेश्वर के तुरई के आवाज के साथ നമ്മുടെ കർത്താവ് ദൈവസഭയെ ചേർക്കുവാനായി മധ്യാകാശത്തിലേക്ക് ഇറങ്ങി വരും. हमारा प्रभु परमेश्वर के कलीसिया को यहाँ से उठा लिया जाने के लिए मध्य आकाश में उतरेगा. അന്ന് ഈ രോഗമുള്ള ശരീരം, उस समय ये जो बीमार शरीर, ഈ വേദനയുള്ള ये ശരീരം, वेदना वाले शरीर, ഈ സമ്മിശ്രമായ സുഖത്തിന്റെയും ദുഃഖത്തിന്റെയും ഇടമായിരിക്കുന്ന നമ്മുടെ ശരീരം ये मिलावटी सुख और दुख के हालेलुया विराजमान किए जो जगह ये शरीर, മൺമയമായിരിക്കുന്ന എന്റെ ശരീരം, मिट्टी के साथ रहने वाले शरीर, മണ്ണുകൊണ്ട് നിർമ്മിതമായിരിക്കുന്ന എന്റെ ശരീരം मिट्टी से बना हुए शरीर വിൺമയമായ ഒരു ശരീരം പ്രാപിക്കും. एक हालेलुया एक अच्छा आत्मिकता की रूपांतर होगा. അന്ത്യകാഹളം ധ്വനിക്കുമ്പോൾ जो अंतिम तुरही भूखी जाएंगे, രണ്ടു കൂട്ടർ എടുക്കപ്പെടും. दो लोग यहाँ से, दो झुंड के लोग यहाँ से उठा लिया जाएगा. ഒന്ന് ക്രിസ്തുവിൽ മരിച്ച വിശുദ്ധന്മാർ, एक हाल मसीह में जो मरे हैं, അന്ന് ജീവനോടിരിക്കുന്ന വിശുദ്ധന്മാർ वो बाकी जो यह जिंदा रहने वाले पवित्र जन ഒരുമിച്ച് പറന്നുയരുമ്പോൾ एक साथ यहाँ से उठा लिया जाएगा. ഒരുമിച്ച് പാടും. एक साथ गाएंगे, ഹേ മരണമേ, हे मृत्यु നിന്റെ ജയമെവിടെ? तेरे जय कहाँ है? ഹേ മരണമേ, हे നിന്റെ मृत्यु വിഷമമെവിടെ? तेरे हालेलुया काटा कहाँ पर है? ഒരു പാട്ടിന്റെ രണ്ട് ചരണങ്ങൾ രണ്ടു കൂട്ടർ പാടി പറന്നുയരും. ये जो गीत के हाल ये स्टैंडसा गाकर ये दो झुंड के लोग यहाँ से उठा लिया जाएगा. ആ പ്രത്യാശയുള്ളവർക്കായി ഞാൻ കർത്താവിനെ वो ये വാഴ്ത്തുകയാണ്. आशा रखने वाले लोग के लिए ധൈര്യമുള്ളവർക്കായി ഞാൻ मैं प्रभु का കർത്താവിനെ धन्यवाद. വാഴ്ത്തുകയാണ്. इस बात ആ में धीरज, മനസ്സുള്ളവർക്കായി ഞാൻ കർത്താവിനെ ये जो मन വാഴ്ത്തുകയാണ്. वाले के लिए मैं प्रभु का धन्यवाद देता हूँ. അല്പസമയം ദൈവത്തെ ആരാധിക്കുക. यीशु मसीह के लिए थोड़ी समय हम प्रभु के ഓ, स्तुति करें आत्मा में അന്ത്യകാഹളം होकर. ധ്വനിക്കും പ്രിയരേ. हालेलुया. അന്ത്യകാഹളം जो ധ്വനിക്കും. आंधी तुरही भूगा जाएगा, വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേൽക്കും. पवित्र लोग उठा लिया जाएगा, വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേൽക്കും. पवित्र लोग उठा लिया जाएगा. അന്ത്യകാഹളം ധ്വനിക്കും. जो अंतिम तुरही भूगी जाएंगे, ഈ മൺമയമായ ശരീരം, ये जो हाल मिट्टी के शरीर മൺമയമായ ശരീരം പ്രാപിക്കും. एकदम पवित्र होकर हाल उठा लिया जाएगा. തേജസ്സിന്റെ അങ്കി ലഭിക്കും. एकदम तेजस की महिमा की जो ഏദനിൽ अनुभव വെച്ച് का- നഷ്ടപ്പെട്ട, ഏദനിൽ വെച്ച് നഷ്ടപ്പെട്ട, जो येदन में नष्ट हो गया, മനുഷ്യന് നഷ്ടപ്പെട്ട मनुष्य से जो नष्ट हो गया, തേജസ്സിന്റെ അങ്കി वो जो महिमा के हालेलुया വിശുദ്ധന്മാർക്ക് തിരികെ ലഭിക്കും. पवित्र लोगों को वापस लौटा देगा. അതിനാണ് എന്റെ യേശുവിനെ ആരാധിക്കുന്നത്. इसलिए आज हम यीशु को അതിനാണ് आराधना എന്റെ करते യേശുവിനെ हैं. അറിയുന്നത്. इसलिए यीशु को हम जानते അതിനാണ് हैं. എന്റെ യേശുവിനെ സ്തുതിക്കുന്നത്. इसलिए यीशु को स्तुति करते അതിനാണ് हैं. എന്റെ യേശുവിനെ മഹത്വം കൊടുക്കുന്നത്. इसलिए यीशु की महिमा करते हैं. അതിനാണ് യേശുവിനെ ആരാധിക്കുന്നത്. इसलिए यीशु की आराधना करते അധികാരമുള്ള हैं. യേശുവിന്റെ നാമത്തിൽ इसलिए यीशु के नाम എല്ലാ में ശത്രുവിന്റെ പോരുകളെയും, सारे शत्रु എല്ലാ അന്ധകാരത്തിന്റെ के കെട്ടുകളെയും, हर एक अंधकार എല്ലാ की बातों को, ദുർശക്തികളെയും, सारे അധികാരമുള്ള अंधकार की യേശുവിന്റെ ताकतों നാമത്തിൽ को ദൈവശക്തി यीशु मसीह के नाम ആവർത്തിക്കട്ടെ. में दूर പരിശുദ്ധാത്മാവിന്റെ करते ശക്തി, हैं. पवित्र आत्मा के പരിശുദ്ധാത്മാവിന്റെ सामर्थ, पवित्र ശക്തി. आत्मा के सामर्थ, ഓ ദൈവകൃപ, ദൈവകൃപ. प्रभु के ശബ്ദം अनुग्रह, കേൾക്കും പ്രിയരെ. परमेश्वर के अनुग्रह, പെന്തക്കോസ്ത് ശക്തിയുടെ पेंतकोस्त के सामर्थ से മാർഗമാ. प्रार्थना, പെന്തക്കോസ്ത് ശക്തിയുടെ മാർഗമാ. पेंतकोस्त के सामर्थ के प्रार्थना, പെന്തക്കോസ്ത് ശബ്ദത്തിന്റെ മാർഗമാ. पेंतकोस्त के आवाज के प्रार्थना, പെന്തക്കോസ്ത് ഭക്തിയുടെ മാർഗമാ. पेंतकोस्त के शक्ति के प्रार्थना, യേശുവിന്റെ നാമത്തിൽ यीशु के नाम में എല്ലാ ആത്മീയ മൗലിനെയും മാറട്ടെ. सारे अंधकार की बातें दूर होने पाए. തടഞ്ഞു വെച്ചിരിക്കുന്ന എല്ലാ ദുഷ്ടന്റെ പോരുകളെയും रोकने वाले सारे दुष्ट आत्मा की യേശുവിന്റെ നാമത്തിൽ, शक्ति को यीशु मसीह के नाम യേശുവിന്റെ में, നാമത്തിൽ, यीशु के नाम में, യേശുവിന്റെ നാമത്തിൽ यीशु के नाम में ആരാധന വെളിപ്പെടട്ടെ. आराधना यहाँ प्रकट होने ആരാധന पाए. വെളിപ്പെടട്ടെ. आराधना प्रकट होने पाए. ദുർശക്തികൾ മാറട്ടെ. सारे दुर्शक्ति दूर ദൈവപ്രവൃത്തി होने पाए. വെളിപ്പെടട്ടെ. परमेश्वर के അധികാരമുള്ള कार्य प्रकट യേശുവിന്റെ होने पाए. നാമത്തിൽ अधिकार यीशु मसीह के नाम में. പെന്തക്കോസ്ത് ശക്തിയുടെ മാർഗമാ. पेंतकोस्त एक सामर्थ के मार्ग है. പെന്തക്കോസ്ത് ഭക്തിയുടെ മാർഗമാ. पेंतकोस्त एक भक्ति के मार्ग है. ഹല്ലേലൂയ, हालेलुया, ഹല്ലേലൂയ. हालेलुया. സഭ പിറന്നു വീണതെങ്കിൽ ശബ്ദത്തോടാണെങ്കിൽ, कलीसिया के जो उद्भव एक आवाज के साथ हुआ है तो ഒരു വലിയ ശബ്ദത്തോട് സഭ എടുക്കപ്പെടും. एक बड़ा शब्द के साथ कलीसिया यहाँ से ഒരു उठा लिया വലിയ जाएगा. ശബ്ദത്തോട് एक എടുക്കപ്പെടും. बड़ा आवाज के साथ कलीसिया उठा लिया जाएगा. ഹല്ലേലൂയ. हालेलुया. എവിടെ എത്ര അടി മണ്ണ് നമ്മുടെ ശരീരത്തിന്റെ മുകളിൽ വീണാലും, ये जहाँ कितने भी हालेलुया
फीट मिट्टी हमारे शरीर के ऊपर गिरा जाए, സമുദ്രത്തിൽ കൂടി യാത്ര ചെയ്യുമ്പോഴാണ് നിന്റെ മരണം സംഭവിക്കുന്നെങ്കിലും, यदि आपके मृत्यु समुद्र के यान में होगा तो, ഏതെങ്കിലും വനത്തിൽ വെച്ചാണ് നീ കൊല്ലപ്പെടുന്നെങ്കിലും, किसी और वन में हो रहकर तेरे मृत्यु होगा तो, നിന്റെ ശരീരം എവിടെ കൊണ്ടുപോയി അടക്കിയാലും, तेरे शरीर जहाँ कहीं भी ले जाए दफनाए जाए तो, എത്ര അടി മണ്ണ് അതിന്റെ മുകളിൽ വീഴ്ത്തിയാലും, कितना फुट मिट्टी उसके ऊपर डाला जाए तो, യേശുവിന്റെ കാഹളത്തിൽ, मेरे प्रभु यीशु मसीह के हाथ में, യേശുവിന്റെ ശബ്ദത്തിൽ, मेरे प्रभु यीशु के शब्द में, और अंतिम तुरंगी फूकी जाएंगे और प्रभु अपने लोगों को यहाँ से उठा लिया जाएगा यीशु के नाम में, यीशु के नाम में। जितना भी मिट्टी डाला जाए तो भी मेरे यीशु यहाँ से उठा लिया जाएगा, അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ, हथियार यीशु के नाम में। എത്ര അടി മണ്ണ് വീണാലും जितना- എന്റെ ശരീരം ഉയർത്തെഴുന്നേൽക്കും. जितना फूट मिट्टी डाला जाए तो ये जो शरीर यहाँ से उठा लिया जाएगा, കാരണം എനിക്ക് ജീവൻ തന്നവൻ എന്റെ കർത്താവാ, कारण ये है जिसने मुझे जीवन दिया है वो मेरा എന്നെ प्रभु है, വീണ്ടെടുത്തവൻ എന്റെ കർത്താവാ, मेरा छुड़ाने वाला मेरा प्रभु है, എന്റെ പേർ വിളിച്ചവൻ എന്റെ मेरा കർത്താവാ, नाम लेकर बुलाया हुआ मेरा प्रभु है, ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതുവാൻ കാരണം എന്റെ കർത്താവാ, जीवन के किताब में मेरा नाम प्रभु की ओर से लिखा गया ഈ है രക്തം. और उसके अनमोल लहू। ഞാൻ സംസാരിക്കാനിരുന്ന ഭാഗം ഇച്ചിരി ഡൈവേർട്ട് ചെയ്തു. और जो बातें मैं कहना चाहता था उसमें से कुछ मैं मोड़ दिया है। ഹല്ലേലൂയ, ഹല്ലേലൂയ. हालेलुया। 1 പത്രോസ് 2-ാം അധ്യായം 4 മുതലുള്ള വാക്യങ്ങളാണ്. पहला पत्रस 2 अध्याय और 14 आयत से पढ़ना चाहते हैं। ആ വാക്യം ഒന്ന് വായിച്ച് നിശ്ചിത സമയത്തിനുള്ളിൽ उस वचन अब कुछ पढ़ेंगे और थोड़ी समय। 1 Peter chapter 2 verse 4 onwards. पहला पत्रस 14 अध्याय। മനുഷ്യർ തള്ളിയെങ്കിലും ദൈവസന്നിധിയിൽ ശ്രേഷ്ഠവും മാന്യവുമായ ജീവനുള്ള കല്ലായ അവന്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മീയ ഗ്രഹമായി യേശു ക്രിസ്തു മുഖാന്തരം ദൈവത്തിന് പ്രസാദമുള്ള ആ ശ്രദ്ധിക്കുക, ബാക്കി കാര്യങ്ങൾ പിന്നെ വായിക്കാം. ध्यान दीजिए, बाकी वचन आगे पढ़ेंगे। 4-ാം വാക്യത്തിൽ പറയുന്നത്, वो जो वचन में ये कहते हैं, ഹല്ലേലൂയ, ജീവനുള്ള കല്ലായ അവന്റെ അടുക്കൽ വന്നിട്ട്. वो जीवित पत्थर के पास आकर, എത്രയോ കല്ലുകളെ നമ്മൾ കണ്ടിട്ടുണ്ട്. कितने पत्थर हम देखते हैं, മനുഷ്യൻ ഉപയോഗിച്ചിരിക്കുന്ന ഉപകരണങ്ങൾ ഉപയോഗിച്ച് ഏത് കല്ലിനെയും സ്തോത്രം അതിനെ ഉടയ്ക്കുവാൻ സാധിക്കും. मनुष्य के पास जो हथियार है हथियारों से किसी भी पत्थर को तोड़ सकते हैं, പക്ഷെ ഉടയപ്പെടാത്ത, लेकिन जो ना टूटने वाले, നഷ്ടപ്പെടാത്ത, नष्ट ना होने वाले, തകരാത്ത ना टूटने वाले ഒരു കല്ല്. एक पत्थर। എന്താണ് കല്ലിന്റെ പേര്? वो पत्थर का नाम क्या है? ലിവിംഗ് സ്റ്റോൺ, वो जीवित पत्थर, ജീവനുള്ള കല്ല്. वो जीवित पत्थर ആ है। കല്ലിന്റെ പ്രത്യേകത എന്താ? पत्थर के विशेषता क्या है? ആ കല്ലാണ് वही पत्थर है, സഭയുടെ കോർണർ സ്റ്റോൺ. वो कलीसिया के आले कोने के पत्थर है। ആ കല്ലാണ് സഭയുടെ മൂലക്കല്ല്. वो जो पत्थर है कलीसिया के कोने के पत्थर है। സഭയുടെ മൂലക്കല്ല് കർത്താവായിരിക്കുമ്പോൾ അവൻ തന്നെ സഭയുടെ ശിരസ്സുമാണ്. और जो हालेलुया कलीसिया के कोने के पत्थर प्रभु है तो साथ ही साथ वो कलीसिया के सिर भी है। ദൈവമക്കൾ കൂടി വരുന്ന ദൈവസഭ, जब वो जो परमेश्वर के लोग जहाँ इकट्ठे होता है वही അതിന്റെ प्रभु के सभा। മൂലക്കല്ല് ക്രിസ്തു, उसके कोने के पत्थर मसीह है, അതിന്റെ ശിരസ് ക്രിസ്തു. उसके सिर मसीह है, प्रभु है। ആ ശിരസ്സാകുന്ന ക്രിസ്തുവിൽ നിന്നും അവൻ ഒഴുകി വരുന്ന ജീവൻ തുടിക്കുന്ന ജീവനുള്ള പാത്രങ്ങളാണ് ദൈവമക്കൾ. जो सिर मसीह है उसमें से बहने वाले जीवित हालेलुया തുടിക്കുന്ന उसमें से പാത്രങ്ങളാണ്. उबटने वाले आले पात्र है मसीह लोग। If you are not keeping intimacy with Christ Jesus, you are dead. और ക്രിസ്തുവുമായുള്ള അഭേദ്യ ബന്ധം और जो मसीह के साथ जो जिगरे संबंध है, സൂക്ഷിക്കുന്നില്ലെങ്കിൽ यदि उसका हम
ध्यान ना देंगे വെറുതെ വരാമെന്നേ ഉള്ളൂ, മരിച്ചവനാ നീ. और ऐसे ही हम आके जाएंगे वो मृतक के समान होगा। കാരണം ഈ കല്ലിന് ഒരു പ്രത്യേകതയുണ്ട്. ये जो पत्थर की विशेषता है, ഇത് ജീവനുള്ള കല്ല, ये जीवित पत्थर है, ഇത് ജീവൻ നൽകുന്ന കല്ല, जीवन देने वाला पत्थर है, ബലം നൽകുന്ന കല്ല, ये नाम देने वाला ഇത് पत्थर ശക്തി है, നൽകുന്ന കല്ല, ये सामर्थ्य देने ഇത് वाला पत्थर है, ആരോഗ്യം നൽകുന്ന ये കല്ല, आरोग्यता ഇത് देने वाला पत्थर സൂക്ഷിക്കുന്ന है, കല്ല, ये ध्यान दे ഇത് संभालने वाला पत्थर പരിപാലിക്കുന്ന കല്ല, है, ये हमारे चलाने वाला पत्थर है, ഇത് ഉപദേശിക്കുന്ന കല്ല, ये उपदेश देने वाला ഇത് पत्थर है, തർജ്ജനം ചെയ്യുന്ന കല്ല, തർജ്ജനം ചെയ്യുന്ന തർജ്ജനം. ये जो हालेलुया गर्जने वाले पत्थर है। ഹല്ലേലൂയ, ഹല്ലേലൂയ. हालेलुया। ഈ വാതിലിൽ കൂടി ഇങ്ങോട്ട് കയറുമ്പോൾ ഇന്ന് രാവിലെ ആരാധനയ്ക്കായി, ഹലോ ബൈക്കിലിരിക്കുന്ന ബോയ്സ് പ്ലീസ് ലിസൺ മീ, ഹലോ पीछे बैठने वाले भाई लोग ध्यान दीजिएगा। കാരണം ഐ വാസ് എ ടീച്ചർ ഇൻ കോളേജ്, therefore I want to say that one. और जो प्रभु അതുകൊണ്ട് के ആരെങ്കിലും ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറുന്നത് നമുക്ക് അത്ര സുഖിക്കത്തില്ല. प्रभु के दास से कॉलेज अध्यापक भी है, ഇവരോട് ചോദിച്ചാൽ അറിയാം. इसलिए कोई भी यहाँ वहाँ जाए या ध्यान पूर्वक ना बैठे वो अच्छा नहीं लगता है। और यहाँ बैठे हुए लोगों को पूछने से पता എന്റെ चलेगा। 3 വിശ്വാസികൾ ഇരിപ്പുണ്ട്, അവരോട് ചോദിച്ചാൽ അറിയാം സഭയിലെ ഒറ്റ കുഞ്ഞുങ്ങൾ അനങ്ങത്തില്ല. यहाँ 3 വിശ്വാसी लोग यहाँ पर बैठे हैं, उनसे पूछ ले पता चलेगा। हमारे कलीसिया में प्रचार के समय सेवकाई के समय एक भी व्यक्ति हिलेगा नहीं। പ്രിൻസിപ്പൽ അല്ലേ ഞാൻ കള്ളത്തരാന്നോ പറഞ്ഞ്? और वो जो साबित किया है वो प्रिंसिपल है। ഹല്ലേലൂയ. അതുകൊണ്ട് ഹല്ലേലൂയ. പറയുന്ന വചനം ശ്രദ്ധിച്ചിരിക്കണം. इसलिए जो वचन यहाँ पर प्रस्तुत किया जाते ध्यान കല്ലിന്റെ पूर्वक പ്രത്യേകത बैठे। എന്താണെന്നറിയാമോ? ये ഈ കല്ലിന്റെ ये പ്രത്യേകത पत्थर का विशेषता क्या है? നമ്മുടെ യേശു നമ്മൾ ഉൾപ്പെട്ട് നിൽക്കുന്ന ദൈവസഭയുടെ മൂലക്കല്ലാണെന്ന്. और जिस कलीसिया में हम सदस्य बनकर रहता है उसका कोने का पत्थर है। വെറും കല്ലല്ല ഈ കല്ല്, ये केवल एक मामूली पत्थर नहीं है, ലിവിംഗ് സ്റ്റോണാ. ये जीवित पत्थर है। ഹല്ലേലൂയ. हालेलुया। ഇതൊരു ലിവിംഗ് സ്റ്റോണാ. ये जो जीवित पत्थर है, जीवन के നമ്മുടെ മേൽ पत्थर है, ദൃഷ്ടി വെച്ച് നമുക്ക് ആലോചന തരുന്ന കല്ല. वो हमारे दृष्टि करते हमें आयोजन दे, हमें अगुवाई देने वाला पत्थर നമ്മളെ है, വഴി നടത്തുന്ന കല്ല. हमें हमारा रास्ता चलाने वाला पत्थर है। ധൈര്യം ക്ഷയിക്കുമ്പോൾ എന്റെ കരം പിടിച്ച് നടത്തുന്ന കല്ല. हम हमारा धीरजवंत हम छूट जाता है उस समय हमें धैर्य देने वाला पत्थर എന്റെ है। വേദനയിൽ എന്നെ വഴി നടത്തുന്ന കല്ല. हमारे वेदना के समय भी हमें अच्छा मार्ग दिखाने वाला पत्थर है। എന്റെ ചങ്കിടിക്കുമ്പോൾ എന്റെ ഹൃദയത്തെ സുഖപ്പെടുത്തുന്ന കല്ല. जब हमारा छाती पीटते उस समय धड़कन होता है उस समय हमें आरोग्य देने वाला सुख देने वाला पत्थर है। ധനപരമായ കരങ്ങളിൽ കൂടി ആമേൻ സ്തോത്രം, ധനപരമായ പ്രയാസങ്ങളിൽ കൂടി കടന്നു പോകുമ്പോൾ കം ടു മീ ഐ വിൽ ഗീവ് റെസ്റ്റ്. और हम जब कर्जा में होकर या ऋण में होकर डूब के जाते हैं, भयभीत होके जाते उस समय भी अपने पास बुलाकर हमें धैर्य देने वाला पत्थर है। അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എന്റെ അരികിൽ വരുവീൻ. हे सब परिश्रम करने वालों और बोझ से दबे हुए लोग मेरे पास आओ। എന്ന് അരുളി ചെയ്ത വേറെ ആരുമില്ല. ऐसे आदेश दिए हुए दूसरा और कोई नहीं है, എന്റെ യേശു മാത്രമേ ഉള്ളൂ. केवल मेरे यीशु मसीह ही है, എന്റെ യേശു മാത്രമേ ഉള്ളൂ. केवल मेरे यीशु मसीह ही എന്റെ है, യേശു മാത്രമേ मेरे ഉള്ളൂ. यीशु मसीह ही है। അവൻ ജീവൻ നൽകുന്ന കല്ല. वो जीवन देने वाला पत्थर അവൻ നമ്മെ है, നോക്കുന്ന കല്ല. वो हमारे और ध्यान पूर्वक അവൻ നമ്മെ देखने वाला पत्थर है, ആശ്വസിപ്പിക്കുന്ന वो കല്ല. हमें आश्वासन देने वाला पत्थर है, അവൻ എനിക്ക് ചൈതന്യം നൽകുന്ന കല്ല. वो हमें एकदम चैन देने वाला पत्थर है। രാവിലെ ഈ വാതിലിൽ കൂടി ഇങ്ങോട്ട് കടന്നപ്പോൾ നമ്മൾ അറിയാത്തൊരു കണ്ണവിടുണ്ട്. और जब हम द्वार से होकर आ रहे थे वहाँ पर हमारे अनजान में एक वहाँ पर एक आंख है। എയർപോർട്ടിലൊക്കെ സഞ്ചരിക്കുന്നവർക്ക് അറിയാമല്ലോ ഏതെല്ലാം ഡിറ്റക്ടറിൽ കൂടാണ് അകത്ത് കയറുന്നത്. एयरपोर्ट की ओर जाने वाले सभी को पता है कितने डिटेक्टर के बीच में होकर जाना पड़ता है। മനുഷ്യനിർമ്മിതമായ ഡിറ്റക്ടർ ഡിറ്റക്ട് ചെയ്യും. मनुष्य के ओर से निर्मित डिटेक्टर वो डिटेक्ट किया പിന്നെ करता ദേഹ है, പരിശോധനയൊക്കെ നടത്തും. और पूरा जो ऑल बॉडी चेकअप होता है। ഞാൻ അങ്ങോട്ട് പോയപ്പോ ഇങ്ങോട്ട് വന്നപ്പോ ഇതായാലും അടിച്ചു. और जब आ रहे थे ഇതിനകത്ത് ഒന്നുമില്ല. ये पेन को भी डिटेक्ट मारा है, പേന ബെൽറ്റ് ഊരി വെക്കണം, ഷൂ വരെ ഊരി വെക്കാൻ പറയും. बेल्ट खोल के रखना है, शू हालेलुया। खोल के रखना पड़ता है। അങ്ങനെ ഈ ലോകത്തിൽ പല കാര്യങ്ങളും. ऐसे ही संसार के कई बातें हैं। വേദപുസ്തകം എടുത്തുകൊണ്ട് രാവിലെ വരുമ്പോൾ തന്നെ നമ്മളെ അറിയുന്ന ഒരു കർത്താവുണ്ട്. जब हम पवित्र ग्रंथ लेकर आते हैं उस समय हमें अच्छी तरह पहचानने वाला एक प्रभु है। രാത്രിയാമങ്ങളിൽ തലമുറകൾക്ക് വേണ്ടി കണ്ണുനീർ പൊഴിക്കുന്ന വ്യക്തികൾ ഇവിടെ ഇരിപ്പില്ലേ? रात के हाल पहर में यहाँ पर आंसू बहाने वाले कई लोग यहाँ पर വേദനകളിൽ കൂടി കടന്നു പോകുന്ന ജീവിത
പാദങ്ങൾ ഇവിടെ ഇരിപ്പില്ലേ? वेदना में से होकर जीने वाले कई लोग यहाँ पर हैं। അതെല്ലാം അറിയുന്ന ഒരു കർത്താവുണ്ട്. ये सबको अच्छी तरह जानने वाला एक प्रभु ആരാണ് है। നമ്മുടെ കർത്താവ്? कौन है हमारा प्रभु? അവൻ ജീവനുള്ള കല്ല. वो जीवित पत्र है, അവിടെ കൊണ്ട് നിൽക്കുന്നില്ല. वो वहाँ ही नहीं നാലാം रुकता है। വാക്യമാണ് ഞാൻ പറയുന്നത്. वो चौथा आयत Hallelujah. बताता हूँ। അവൻ ആരാന്നറിയാമോ? वो कौन है? മനുഷ്യരാൽ റിജക്റ്റഡ് ബൈ മാൻ. वो मनुष्य की ओर से तिरस्कार किया हुआ മനുഷ്യർ व्यक्ति है। തള്ളിയെങ്കിലും वो ऐसे तिरस्कार किए हुए पत्र हो മനുഷ്യർ तो തള്ളി. भी वो मनुष्यों ने എന്റെ तिरस्कार किए हुए യേശുവിനെ पत्र है। മനുഷ്യർ തള്ളി. मेरे यीशु को मनुष्यों ने इंकार किया, तिरस्कार किया। ഇന്നും പലരും തള്ളിക്കൊണ്ടിരിക്കുക. आज भी कई लोग तिरस्कार कर रहे हैं, പക്ഷെ സ്വീകരിച്ചവർക്ക്, परंतु जो लोग स्वीकार किया है, ആരാധിക്കുന്നവർക്ക്, जो लोग आराधना करते हैं, മഹത്വം जो കൊടുക്കുന്നവർക്ക് लोग उसके महिमा देते हैं, ഒരു ബ്ലെസ്സിങ്സ് ഉണ്ട്. वो उसके लिए एक आशीष है, അവർ ഭാഗ്യവാന്മാരോട്. वो धन्य है। ആരെങ്കിലും തള്ളിക്കൊള്ളട്ടെ, चाहे कोई भी आपको इस तिरस्कार के इंकार പക്ഷെ करे, ഉള്ളിന്റെ ഉള്ളിൽ लेकिन भीतर की भीतर രാജാവായി സ്വീകരിച്ചവർക്ക് वो जिन्होंने अपने भीतर राजा के रूप में ഒരു उनको स्वीकार किया ശക്തിയുണ്ട്, और परमेश्वर के सामर्थ्य के ഒരു പദവിയുണ്ട്, और एक उसका पदवी है, ഒരു ബ്ലെസ്സിങ്സ് ഉണ്ട്. उसके लिए एक आशीष के ഞാൻ बात നിർത്തേണ്ട है। സമയമായി വരികയാ. और जो समाप्त करने का समय आ गया। ഹല്ലേലൂയ. हालेलुया। ഒന്ന്, ഈ കല്ല് ജീവനുള്ള കല്ല. पहली बात यह है, ये जो पत्थर जीवित पत्थर है। ഈ കല്ലാണ് സഭയുടെ മൂലക്കല്ല്. ये जो पत्थर कलीसिया के कोने के पत्थर है। ഈ കല്ലിനെ മനുഷ്യർ തള്ളി. ये जो पत्थर को मनुष्यों ने इंकार किया, റിജക്റ്റഡ് ബൈ മെൻ. मनुष्यों ने उसको तिरस्कार किया है। സ്വന്തത്തിലേക്ക് വന്നു, वो अपने में आए, സ്വന്തക്കാര് തള്ളി. वो अपने लोग उसको इंकार किया। സ്വന്തക്കാരെല്ലാം തള്ളി. वो जितने जो अपना कहने वाले सब लोग ഞാൻ ആ इंकार ഭാഗമൊന്നും किया। എടുത്ത് വായിക്കുന്നില്ല. वो सभी बातें निकाल कर पढ़ना नहीं चाहता हूँ। ഭ്രാന്തുണ്ടെന്ന് പറഞ്ഞു. वो कई लोगों ने बोला है उसका वो എന്തെല്ലാം पागल है, അവനെക്കുറിച്ച് പറഞ്ഞു. कितने बातें उनके बारे में बताया। അത് കഴിഞ്ഞ് 3 പ്രധാന സ്ഥലങ്ങളിൽ അവൻ തള്ളപ്പെട്ടു. और केवल जो खास 3 जगह में वो उनको इनकार किया गया। രണ്ടാമത്തെ പോയിന്റ് ആണ് ഞാൻ പറയുന്നത്. दूसरा मुद्दे में बता रहा हूँ, മനുഷ്യർ തള്ളിയെങ്കിലും मनुष्यों ने यदि तिरस्कार किया है तो भी 3 പ്രധാന സ്ഥലങ്ങളിൽ. 3 विशेष स्थान में, ഒന്ന് ഗത്സമന, पहले जो गतशमना में, 2 ഗബദ, दूसरा गबदा, 3 ഗോൽഗോഥ. जो तीसरा गोलगोथा। മറ്റു പല സ്ഥലങ്ങളിലും തിരസ്കരിച്ചു. അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. कई जगह में और भी तिरस्कार किए, उस जगह में आप മനുഷ്യർ തള്ളി. जाना नहीं, जब मनुष्यों ने तिरस्कार किया है। കൂടെയുള്ള എല്ലാവരും വിട്ടുപോയി. जितने साथ थे सब लोग छोड़कर चले गए। യൂദാസ് വന്ന് ഒറ്റിക്കൊടുത്തു. यूदास उसको इंकार किया है। എന്റെ യേശുവിന്റെ മേൽ ആമീൻ സ്തോത്രം പള്ളിക്കാരും പട്ടക്കാരും ആമീൻ എല്ലാവരും വന്ന് കൈവച്ചു. और मेरे यीशु के ऊपर और गिरजाघर वाले या हालेलुया लोहा पहनने वाले सब लोग आके हाथ रखा है। മാർബോട് ചേർന്നിരുന്ന യോഹന്നാൻ ഉൾപ്പെടെ പത്രോസ് ഉൾപ്പെടെ എല്ലാവരും ഓടിപ്പോയി. जो बाहों में चिपक कर रहने वाले यूहन्ना, वो पत्रोस भी छोड़कर चले गए। വാക്യമൊന്നും എടുത്ത് ഞാൻ വായിക്കുന്നില്ല. മത്തായിയിൽ എഴുതിയിരിക്കുക, യേശുവിനെ ഗത്സമനയിൽ വെച്ച് യൂദാ ഒറ്റിക്കൊടുത്ത് ആമേൻ സ്തോത്രം ദേവാലയ പോലീസ് ഉൾപ്പെടെ വന്ന് അവനെ പിടിച്ചപ്പോൾ അവന്റെ ശിഷ്യന്മാരെല്ലാം ഓടിപ്പോയി. और सुसमाचार में लिखा है, जब गतशमाना में और यूदा के द्वारा पकड़वाया गया है, यीशु को जब पकड़ा गया तब उनके सभी साथी लोग भी छोड़कर भाग गया। കൂടെ നടക്കുമെന്ന് പറഞ്ഞ പത്രോസ് പോലും മുന്നേ ഓടി. और हमेशा साथ में चलने के वादा किया हुआ पत्रोस भी भाग गया। എല്ലാവരും അവനെ വിട്ടോടിപ്പോയി. सभी लोग उसको छोड़कर भाग गया। മനുഷ്യർ തള്ളി. मनुष्यों ने उसको इंकार की। എന്തിനു വേണ്ടിയാന്ന് അറിയാമോ? क्यों? എന്നെ സ്വീകരിപ്പാൻ വേണ്ടി. और हमें स्वीकार करने के ഇവിടെ लिए, ഇരിക്കുന്നവരെ സ്വീകരിപ്പാൻ यहाँ വേണ്ടി. पर उपस्थित लोगों को स्वीकार करने के എന്റെ लिए യേശു മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടു. मेरे यीशु मनुष्य की ओर से निंदित किया गया। ഗത്സമനയിൽ വെച്ച് ശിഷ്യന്മാർ അവനെ തള്ളി പറഞ്ഞു. गतशमाने में अपने शिष्य लोग उसको इंकार किया। ഗബദയിൽ വെച്ച്, गबदे में, അതായത് പീലാത്തോസിന്റെ ആസ്ഥാനത്ത് വെച്ച്, पिलातोस के जो स्थान में, പീലാത്തോസ് ഉൾപ്പെടെ पिलातोस मिलकर ഹല്ലേലൂയ സ്തോത്രം എല്ലാവരും അവനെ തള്ളി പറഞ്ഞു. सभी लोग उसको इंकार करके बातें की। അതെല്ലാം അവന് സഹിച്ചു. ये सभी बातें वो सह लिया। ശിഷ്യന്മാർ വിട്ടോടിപ്പോയത് അവനൊരു പ്രശ്നമായില്ല. और चेले लोग छोड़कर जाने से उनको ज्यादा समस्या नहीं हुई। ഗബദയിൽ വെച്ച് പീലാത്തോസ് ഉൾപ്പെടെ സ്വന്തം ജനം തള്ളി പറഞ്ഞത് അവനൊരു വിഷമമായില്ല. और गबदे में पिलातोस मिलकर कई अपने लोग उसको इंकार की, ये भी उसके लिए समस्या नहीं बनी। 150 പരം കിലോ ഭാരമുള്ള കുരിശും ചുമന്നുകൊണ്ട് വീണും എഴുന്നേറ്റും ഗത്സമനയിലേക്ക് ചെന്ന് 2 കള്ളന്മാരുടെ മധ്യത്തിൽ ആണികളേറ്റ്
അവൻ ക്രൂശിൽ കിടക്കുമ്പോൾ അവൻ പറഞ്ഞൊരു കാര്യമുണ്ട്, പിതാവേ लगभग എന്നെ കൈവിട്ടതെന്ന്. 150 किलो के जो പിതാവും അവനെ കൈവിട്ടു. और जो गethसेमाने में होकर वहां पर गया, एक क्रूस उठा कर गया और तो ठाकुरों के बीच में क्रूसीकरण किया. സ്വർഗ്ഗം മുഖം തിരിച്ചു. वहां पर ऐसे कहा, हे पिता, പിതാവ് അവനെ കൈവിട്ടു. वो पिता उसको छोड़ दिया. എല്ലാവരും അവനെ കൈവിട്ടു. सभी लोगों ने उसको छोड़ दिया है. സ്വന്തക്കാർ കൈവിട്ടു. अपने लोग उसको छोड़ दिया है. ആർക്ക് വേണ്ടിയാണെന്ന് അറിയാമോ? किसके लिए? എന്നെ സ്വീകരിപ്പാൻ വേണ്ടി. मुझे स्वीकार करने के लिए. എല്ലാവരും കൈവിട്ടെങ്കിലും सभी लोग छोड़ दिया है तो മരണത്തെയും और मृत्यु को, സാത്താനെയും सभी शैतान को, പാതാളത്തെയും सभी अथोलों को ജയിച്ച് जय पाकर ജയാളിയായി और जयवंत होकर, ജയാളിയായി जयवंत होकर, ജയാളിയായി जयवंत होकर, ജയാളിയായി विजय होकर പിതാവിന്റെ മഹിമയുടെ വലത്തുഭാഗത്ത് पिता के महिमा के दाएं ओर बैठकर मेरे लिए പക്ഷപാതം ചെയ്യുന്ന और मेरे लिए वो बीचवाई कर रहा है. മഹാപുരോഹിതനായ യേശു, वो महायाजक मेरा यीशु. ഓ എന്റെ കർത്താവ് പിതാവിന്റെ മഹിമ എന്ന് പറയുന്ന പിതാവിന്റെ വലത്തുഭാഗത്ത് എനിക്ക് വേണ്ടി പക്ഷപാതം. मेरा प्रभु हालेलुया हमारे पिता के महिमा में दाएं ओर विराजमान है. എന്നെ സൗഖ്യമാക്കുവാൻ വേണ്ടി, वो मुझे चंगा करने के എന്നെ लिए, ഉയർത്തുവാൻ വേണ്ടി, मुझे उठाने के लिए, എനിക്ക് ജീവൻ നൽകുവാൻ मुझे വേണ്ടി जीवन देने के लिए അവൻ തിരസ്കരിക്കപ്പെട്ടു. वो हालेलुया तिरस्कार किया गया. ഹല്ലേലൂയ, हालेलुया, ഹല്ലേലൂയ, हालेलुया, ഹല്ലേലൂയ. हालेलुया. മനുഷ്യർ തള്ളിയെങ്കിലും ये मनुष्य यदि छोड़ दिया, इनकार किया है तो भी ദൈവസന്നിധിയിൽ, परमेश्वर की उपस्थिति में, ദൈവസന്നിധിയിൽ, परमेश्वर की उपस्थिति में, in the sight of God, परमेश्वर के सम्मुख അവൻ ആരാന്നറിയാമോ? वो कौन है? അവൻ precious stone ആണ്. वो एकदम अनमोल पत्थर है. വിലയേറിയ കല്ലാണ്. वो एकदम अनमोल पत्थर है. അവൻ വിലയേറിയ കല്ലാണ്. वो अनमोल पत्थर है. അവൻ വിലയേറിയ वो കല്ലാണ്. अनमोल पत्थर है. അവൻ ജീവനുള്ള वो കല്ലാണ്. जीवित पत्थर है. ഈ കല്ല് ആരിന്മേൽ വീണിട്ടുണ്ടോ അവരെല്ലാം ധൂളിക്കപ്പെട്ടു. ये जो पत्थर जिस किसी पर गिरा है वे सब हालेलुया उद्धार पाए. ആ ഭാഗത്തേക്ക് കടക്കുന്നില്ല. वो उस जगह में जाना नहीं चाहता हूं. നിങ്ങൾ വീട്ടിൽ പോയിരുന്നു വായിക്കണം. आप लोग घर में जाके पढ़ लीजिए. റെഫറൻസിന് വേണ്ടി മാത്രം പറയുന്നു. केवल रेफरेंस के लिए बता रहा हूँ. 1 പത്രോസ് 2-ാം അധ്യായം पहला पत्रस 2 अध्याय നമ്മൾ വായിച്ച ഭാഗം. जिस स्थान में हमने पढ़ा है. 1 പത്രോസ് 2-ാം അധ്യായം पहला पत्रस 2 अध्याय നമ്മൾ താഴോട്ട് വരുമ്പോൾ 6 മുതൽ താഴോട്ട് വരുന്ന ഭാഗങ്ങൾ, ആമീൻ, യെശയ്യാ പ്രവചനം 28-ാം അധ്യായം 16-ാം വാക്യവും 8-ാം അധ്യായം 14-ാം വാക്യവുമാണ്. ये जो 14 अध्याय के 6वां वचन നിങ്ങൾ से വീട്ടിൽ പോയി नीचे നോക്കണം. और एशिया के भविष्यवक्ता के अध्याय, യെശയ്യാ പ്രവചനം 28-ന്റെ 16. यशाया भविष्यवक्ता की किताब 28 अध्याय के 16वां आयत भी आप യെശയ്യാ लोग घर में പ്രവചനം जाके पढ़िए. 8-ാം അധ്യായം 14-ാം വാക്യം. यशाया 8वां अध्याय 14 आयत भी पढ़ लीजिए. അതിന്റെ കോട്ടിംഗ് ആണ്, ആമീൻ, പത്രോസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. और उसके एक दूसरे के हालेलुया विषय पत्रस यहाँ पर प्रस्तुत करते हैं. അവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ. यहाँ पर लिखा है ഹല്ലേലൂയ, ടെസ്റ്റഡ് സ്റ്റോൺ അവൻ. वो ഒക്കെ എനിക്ക് പറയുവാൻ वो अनमोल താല്പര്യമുണ്ടെങ്കിലും stone സമയമില്ലല്ലോ. അവൻ ടെസ്റ്റഡ് സ്റ്റോണാ. वो हालेलुया परखा गया ശോധന ചെയ്ത കല്ല. वो परखा गया पत्थर है. ഒരു ഊനവുമില്ല. वो उसका जरा सा भी मलिनता नहीं है. അവന്റെ മുഖത്ത് മുഷ്ടി ചുറ്റി ഇടിച്ചു കേട്ടോ. वो उनके चेहरे पे वे लोगों ने അവന്റെ രോമം പറിച്ചെടുത്തു. उसका रोम निकाल दिया है. അവന്റെ മുഖത്ത് തുപ്പി. और उसके चेहरे पे धोखा. അവന്റെ തലയിൽ മുൾക്കിരീടം और വെച്ചു. उसके सिर पे कांटों का ताज पहनाया ആഞ്ഞടിച്ചു. और जोर से मारा. ഒന്നും മിണ്ടിയില്ല. वो चुपचाप रहा. അവൻ ടെസ്റ്റഡ് സ്റ്റോണാ. वो परखा गया पत्थर है. ശോധന ചെയ്ത കല്ല. वो परखा हुआ पत्थर है. ഗത്സമന മുതൽ गत्सेमना से ഗോൽഗോഥ വരെ गोलगोथा तक അവൻ ശോധന ചെയ്ത वो കല്ല. परखा हुआ पत्थर है. പക്ഷേ ഈ കല്ലിന് ഒരു ये പ്രത്യേകതയുണ്ട്. पत्थर की एक विशेषता है. അവന്റെ ഒന്നാമത്തെ വരവില്ലെങ്കിൽ, उसके पहला आगमन में, സ്തോത്രം, ആ കല്ലിന്മേൽ ആര് വീണോ അവർ ധൂളിക്കപ്പെട്ടു. और जिन लोग उस पत्थर पर गिराए वे एकदम मिट गया है. അവന്റെ ഒന്നാം വരവിങ്കൽ और उसके पहला आगमन में ആ कल्लिन्मेल ആര് വീണോ, उस पत्थर पे जितने लोग गिरे हैं broken into pieces, वो एकदम टूट गया है. യെരുശലേമിൽ यरूशलेम में കുതിരയുടെ കടിഞ്ഞാൻ വരെ രക്തം ഉയർന്നു. और
घोड़े के हालेलुया उसके लगाम तक खून गिरा है। എന്താ വിളിച്ചു പറഞ്ഞത്? क्या पुकार के कहा? അവന്റെ രക്തം ഞങ്ങളുടെ മേൽ വരട്ടെ, उसके लहू हमारे और गिरने ഞങ്ങളുടെ दे, മക്കളുടെ മേൽ വരട്ടെ. हमारे संतानों पर गिरने दे। ആരാ കല്ലിന്മേൽ വീണോ അവർ പീസസ് ആയി, യഹൂദൻ പീസസ് ആയി പോയി. जिन जिन लोगों से पत्थर पर गिरे वे एकदम टुकड़े टुकड़े हो गया है। ഒന്നാമത്തെ അവൻ തടങ്കൽ പാറയായി മാറി. वो पहला वो जो हाल रोकने ഞാൻ ആ वाले പോയിന്റിലേക്ക് तोड़ने वाले കടക്കുന്നില്ല. पत्थर बन गया है। ഹല്ലേലൂയ. സമയമില്ലല്ലോ. समय सीमित ഇനി है। രണ്ടാം വരവെങ്കിൽ ഒരു കാര്യം കൂടെ और നടക്കും. दूसरा आगमन में और एक बात ആരും होगा। തൊടാത്ത ഒരു കല്ല്, और जो ആരും തൊടാത്ത ഒരു कभी भी കല്ല്, कोई भी ना छूने वाले लोग ना राष्ट्रങ്ങളെ, छुआ हुआ एक पत्थर ലോകരാഷ്ട്രങ്ങളെ सारे संसार के सभी राष्ट्रों को तोड़ने वाले പീസസാക്കി टुकड़ा करके രാജാതി രാജാവായ നമ്മുടെ കർത്താവ്, राजाओं का राजा बनकर हमारा കർത്താതി കർത്താവായ നമ്മുടെ കർത്താവ്, प्रभुओं का प्रभु बनकर हमारा प्रभु, ഹല്ലേലൂയ, അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ वो വസിക്കുന്നവനായ നമ്മുടെ ऐसे കർത്താവ്, हालेलुया समीप ना जाने में दिक्कत होने वाले ज्योति बनकर അവന്റെ രാജ്യത്വം ഇവിടെ സ്ഥാപിക്കും. वो उसके राजकीय അവന്റെ वो यहाँ पर രാജ്യത്വം स्थापित സ്ഥാപിക്കും. किया। वो यहाँ पर राज्य करेगा। അവന്റെ രാജ്യത്വം ഇവിടെ वो സ്ഥാപിക്കും. यहाँ पर राज्य बनकर राज्य करेगा। പ്രത്യാശയുണ്ടോ? क्या इस बात का आशा കരങ്ങളെ है? ഉയർത്തി സ്തോത്രം ചെയ്യാം. यदि आशा हो तो प्रभु की स्तुति करे। എന്റെ വാക്കുകൾക്ക് വിരാമം. मैं अपने बातों को यहाँ पर संक्षिप्त करना चाहता हूँ। ഒന്നാമത്തെ വരവെങ്കിൽ पहला आगमन में യഹൂദൻ അങ്ങോട്ട് ചെന്ന് വീണു. यहूदी के लोग उस वहां जाके उस पर गिरा। നിങ്ങൾ വീട്ടിൽ പോയിരുന്ന ആ യശയാപ്രവചനം വായിച്ചു നോക്കണം, അപ്പൊ മനസ്സിലാവും. आप लोग घर में जाके एशिया के भविष्यवक्ता സുവിശേഷം കൂടി വായിക്കണം. मत्ती के सुसमाचार भी पढ़ लीजिए, समझ में आएगा। കല്ലിന്മേൽ വീണവരെല്ലാം തകർന്ന് वो जो തരിപ്പണമായി. पत्थर पर जिन्होंने गिराए वो सब टुकड़े टुकड़े हो गया, नाश हो गया। ഹന്നാവേ നീ എവിടെ പോയി? हन्ना किधर गया? കയ്യാഫാവേ നീ എവിടെ कयाफ പോയി? तू कहाँ गया है? പീലാത്തോസേ നീ ये पिलातुस तू कहाँ गया? നീ ആ ഗലീല കടലിന്റെ കരക്കിരുന്ന് ചരിത്രം പറയുക, നീ കൈ കഴുകി ചത്തില്ലേ? क्या वो जो गलील के हालेलुया झील के किनारे बैठकर इतिहास कहता है, क्या तू मरा नहीं? നിന്റെ ഭാര്യ പറഞ്ഞില്ലേ ഇവൻ ഒരു നീതിമാൻ, അവന്റെ കാര്യത്തിൽ ഇടപെടലെന്ന്? क्या तेरे बीवी ने कहा ये जो धर्मी इंसान നീ है അത് उसके बात में കേൾക്കാതെ तुम നീ मुद्दई അത് नहीं कर। കേൾക്കാതെ യഹൂദന്മാർക്ക് ചെവി കൊടുത്ത് ഈ എന്റെ ബാत को യേശുവിനെ ക്രൂശിപ്പാൻ ഏൽപ്പിച്ചതില്ലേ? उसके बाद तू अनसुनी करके यहूदियों के बातों को सुनकर और प्रभु यीशु मसीह को तुम ऐसे दे दिया है। പക്ഷേ എന്റെ യേശുവിന്റെ ക്രൂശിലെ മരണത്തോളം അവൻ അനുസരണമായി തീർന്നത് എന്റെ രക്ഷയുടെ നിദാനമായി തീർന്നു. और मेरे यीशु मसीह अंतिम समय तक ये सभी बातें सह लिया है, वो मेरे उद्धार के कारण बन गया है। നാശകരമായ കുഴിയിൽ നിന്ന് എന്നെ കയറ്റി, दलदल की कीचड़ से हमें बचाया, കുഴിഞ്ഞ ചേറ്റിൽ നിന്ന് എന്നെ കയറ്റി, दलदल की कीचड़ से हमें उपारा, ഉറപ്പുള്ള ഈ ജീവനുള്ള കല്ലിന്മേൽ നിർത്തി, ये मजबूत चट्टान पर मुझे खड़ा किया है, എന്റെ വായിൽ പുതിയൊരു പാട്ട് തന്നു. मेरे मुंह पर एक नया गीत दिया है। എന്റെ ദൈവത്തിന് സ്തുതി തന്നെ, मेरे परमेश्वर की स्तुति हो, എന്റെ ദൈവത്തിന് സ്തുതി തന്നെ. मेरे परमेश्वर की स्तुति हो। ഞാൻ നിൽക്കുന്നത് ജീവനുള്ള പാറയായ ക്രിസ്തുവിന്മേൽ. मैं खड़ा हूँ जीवित पत्थर पर है। പേടിക്കരുതേ, डरो मत। യേശുവിന് വേണ്ടി ഇറങ്ങി തിരിച്ചല്ലേ? क्या यीशु के लिए പേടിക്കരുത്. निकला है? अब भयभीत मत हो। ജീവൻ കൊടുത്താലും ബിരുദ് തെറ്റരുത്. यदि जीवन देना पड़े तो भी हम फिसलना नहीं है। വിളിച്ചവൻ വിശ്വസ്തൻ. हमारा बुलाने वाला विश्वास योग्य है, മാറാനാഥ. वो मारा नाथा है। ദൈവം എല്ലാവരെയും സഹായിക്കും. परमेश्वर सभी को सहायता करे। आशीष